കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അബ്രഹാമിന് ദൈവത്തോടുള്ള പരമവിശ്വസ്തതയെ പരീക്ഷിക്കുവാനായി തൻ്റെ ഏകജാതനായ പുത്രനെ ബലിയർപ്പിക്കുവാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യകാലത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നരബലി നടന്നിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അതിന് തെളിവുകളൊന്നുമില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടത്. ഇസഹാക്കിന് അപ്പോൾ 25 വയസ്സ് പ്രായമായിരുന്നുവെന്ന് ജസീഫസ് പറയുന്നു. മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കുവാനായിരുന്നു കൽപ്പന. അബ്രഹാം മടിച്ചില്ല. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ 2 ബാല്യക്കാരോടൊപ്പം യാത്രയായി. 3-ാമത്തെ ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞ് ബാല്യക്കാരെ അവിടെ വിട്ടിട്ട് അബ്രഹാം മകനുമായി നടന്നു. ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന ഇസഹാക്കിൻ്റെ ചോദ്യത്തിന് ദൈവം നോക്കിക്കൊള്ളുമെന്ന് അബ്രഹാം പറഞ്ഞു. നിർദ്ദിഷ്ട സ്ഥാനത്തെത്തി അബ്രഹാം യാഗപീഠം പണിത് ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. മകനെ അറക്കേണ്ടതിന് കത്തിയെടുത്തപ്പോൾ യഹോവയുടെ ദൂതൻ തടഞ്ഞു. കുറ്റിക്കാട്ടിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആട്ടുകൊറ്റനെ പിടിച്ച് ഇസഹാക്കിന് പകരം യാഗം കഴിച്ചു. അനന്തരം അബ്രഹാം മടങ്ങി വന്ന് ബർശേബയിൽ പാർത്തു. ഉൽപ്പത്തി 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. തൻ്റെ വിശ്വാസം അനുസരണത്തിലൂടെ പ്രകടമാക്കിയപ്പോൾ തൻ്റെ ദൈവത്തിൻ്റെ പ്രകൃതി വ്യത്യസ്തമാണെന്ന് അബ്രഹാം മനസ്സിലാക്കുകയും ചെയ്തു. ആദ്യജാതനം ബലി കഴിച്ച് ഉദ്ദേശിച്ച ഫലം ഉളവാക്കാമെന്ന വിശ്വാസം കനാനിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. കഷ്ടതയുടെയും പോംവഴിയില്ലായ്മയുടെയും സമയത്ത് തങ്ങളുടെ ഏറ്റവും നല്ലതും പ്രിയപ്പെട്ടതുമായതിനെ മനുഷ്യർ ദൈവത്തിന് അർപ്പിക്കും. എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മീഖ 6-ാം അധ്യായം 7-ാം വചനം. ആഹാസ് രാജാവ് തൻ്റെ സ്വന്തം പുത്രനെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു. പട കഠിനമെന്ന് കണ്ടപ്പോൾ മോവാബ് രാജാവ് തൻ്റെ ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 26-27 വചനങ്ങൾ. ഇസ്രായേലിയർ നരബലി നടത്തിയിരുന്നു എന്നോ യഹോവ അതിനെ അനുവദിച്ചിരുന്നു എന്നോ ബൈബിൾ പറയുന്നില്ല. പ്രവാചകനായ മീഖായിലൂടെ ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖ 6-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ദൈവം എപ്പോഴും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം താഴ്മയുള്ളവരായും ദയയുള്ളവരുമായും ഇരിക്കുവാനാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.